ഹസാഡ് ഇട്ട് പോകുന്നു. എന്താണ് കാര്യം എന്നറിയാൻ പാടില്ല. ചില്ലറ പോക്കൊന്നുമല്ല പോകുന്നത്. അശ്വൻ പറയാണത് മമ്മൂട്ടിയുടെ ഗൈസ് ഇത് നോക്കൂ, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കണ്ടാണ് ലൈറ്റിങ്. ഒരു രക്ഷയില്ലല്ലേ, ഒറ്റ സ്റ്റിപ്പ് തീർന്നെന്ന്. പൈസ എവിടെ ഇരിക്കും. അപ്പം നമ്മള് ഞാനുണ്ട്, അജീഷനുണ്ട്, കാർത്തിക്കുണ്ട്, അതിനോടൊപ്പം തന്നെ അശ്വിനുണ്ട്. ഞങ്ങള് കോഴിക്കോട് വരെ പോകാൻ എന്തോ കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും രാവിലെ കുളിച്ചിറങ്ങി അതിൻ്റെ ഇടം കൂടി ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പോവുകയാണ്. അപ്പം നമ്മളിനി നേരെ ആലപ്പുഴ ചെന്നിട്ട് അശ്വിനെ അവിടെ നിന്ന് പൊക്കിയെടുക്കണം. അശ്വിനെ വാഴ ഗോകുലിനെ പൊക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഞങ്ങൾ ഇന്ന് ഡേറ്റ് എത്രയാണ്? 24. ഓക്കെ. അപ്പം ഹായ് ഗൈസ്, വെൽക്കം ടു വിഷ്ണു വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വോക്സാൻ്റെ ഷോറൂമിലോട്ടൊന്ന് കയറി. വേറെ ഒന്നുമില്ല, വണ്ടിയിൽ ചെറിയൊരു സൗണ്ട് ഫ്രണ്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയിട്ട് എന്തായാലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ലോങ് പോകല്ലേ. അപ്പം എന്നിട്ട് ഓയിലുണ്ടോയെന്നോട് ഒന്ന് ജസ്റ്റ് ഒന്ന് മെക്കാനിക്കിനോട് നോക്കിക്കാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ വന്ന സമയം കൃത്യമായിട്ട് ലഞ്ച് ബ്രേക്കാണ്. 1:20 ആകുമ്പോഴേ അത് കഴിയത്തുള്ളൂ. അപ്പോൾ ഇവർ വരുമ്പോഴത്തേക്ക് വണ്ടി ഒന്ന് കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. കൊല്ലത്ത് AR ക്യാപിറ്റൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഞങ്ങൾ 3 സാധാ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. നീയും? ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഈ വെള്ളം ഒഴിക്കുന്ന കണ്ടിട്ട് എന്തൊക്കെയോ ഒരു ഇല്ല നമ്മളൊരു യാത്ര പോകുമ്പോൾ തീർച്ചയായും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ കൂടി മാത്രം സഞ്ചരിക്കുക. ഞാനോ പണ്ട് 10ാം ക്ലാസ്സിൽ അമ്മ പഠിപ്പിച്ച പാട്ട്. അമ്മ പഠിപ്പിച്ച പാട്ട്. നിനക്കിപ്പോ ഞാൻ പാട്ട് അങ്ങനെ പോകുന്ന വഴിക്കാൻ ചെവി പാടി തരാം. പ്രേക്ഷകർക്ക് നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ, എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ചിക്കൻ കിച്ചാമണിയോ? നല്ല നിനക്കുള്ള അമ്മയൊക്കെ ഞങ്ങളോട് തരണം. 2 ദിവസം അവസാനം കഴിക്കുന്നില്ല, അവരായിരിക്കും, ഞാനായിരിക്കും. ഫുഡ് കണ്ടിട്ടാണ് മൊബൈലിൽ കളിക്കുന്നത്. നീ എന്തോ ചെയ്യുന്നത് നോക്കിയേ. നീ എന്തോ, ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. നീ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പോഴും ഇട്ടിട്ടങ്ങ് പോകാൻ എളുപ്പമുണ്ട്. എനിക്ക് എളുപ്പം. നമ്മുടെ ഇടിയപ്പം വന്ന് കൊള്ളാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം അവരുടെ മന്തി ഇതാണ്ടേ. ഓക്കെ, നല്ല അടിപൊളി മന്തി. ഈ കഴിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. കഴിച്ചിട്ട് ഇവർ ആ വീഡിയോ ഒരു കോട്ട ഏകദേശം. എനിക്കോ? എനിക്ക് ചട്ടയും അല്ല, ഇത് 16,999 രൂപ. നാളെ ഇത് മതി, ഇത് മതി. ഓക്കെ, സെറ്റ്. ഇങ്ങനെ പോണം. പക്ഷേ വേറെ പാൻറ് ഇടല്ലേ. ഈ ഗ്ലാസ് ആരെങ്കിലും ഇട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട കണ്ണാടി ആണ്ടിയത് അത് ഓക്കെ, ചേരും. ഇത്രയും കളക്ഷനകത്ത് അജീഷിന് ഇഷ്ടപ്പെട്ട ഇതിനകത്ത് പാട്ട് കേൾക്കും. ഡോറും തുറക്കാം. കണ്ടാ, വേണമെങ്കിൽ ഒന്ന് മേടിക്കാണ്ട്. ഇവിടെ നമ്മുടെ വെറ്റ്സ് ഇന്ത്യയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. സെല്ല ഫാഷനിൽ തന്നെ കൊണ്ടുണ്ട് സംഭവം. ഇതെങ്ങനെ ഉണ്ട്? നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാം. സാധനം കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് സാധനം? അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ സെല്ല ഫാഷൻ നേരെ പറഞ്ഞായിരുന്നല്ലേ നമ്മുടെ വെറ്റ്സ് ഇന്ത്യയുടെ, അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ എത്തിയപ്പോഴത്തേക്ക് ഒരു 9:45 ആയി. അങ്ങനെ ഇരുട്ടായതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള കാര്യം ഓർത്തില്ല. നമ്മുടെ ഗോകുലിനെ പിക്ക് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നേരെ എറണാകുളത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കോഴിക്കോട്, സ്ട്രേറ്റ് കോഴിക്കോട് തന്നെ പോകുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഞം കയറ്റാനായിട്ട് എവിടെ നിർത്തും. നമ്മൾ നേരത്തെ ഞം നേരത്തെ ആയിരുന്നു. ഉച്ചക്കത്തെ ഞം 4 മണിക്ക് കഴിച്ചേ. ഇത് പാർട്ട് 2. ഓക്കെ, നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നിർത്തി കേട്ടോ. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന, തിരിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്ന കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്.
നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ചപ്പാത്തി അതൊന്നും മതി. ചപ്പാത്തി ഉണ്ട്, ദോശയുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ ഫുഡ് കഴിക്കാൻ നമ്മൾ നോക്കിയ സ്ഥലവും സ്പോട്ടും ഉള്ളായിരുന്നു കേട്ടോ. 2 ഫുഡ് ഉള്ളായിരുന്നു. മാജിക് ഓവൻ എന്ന് പറഞ്ഞ ഷോപ്പാണ് കേട്ടോ, പുതിയ കാവല്ല. ഓക്കെ, അപ്പം ബാക്കി ട്രിപ്പ് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എല്ലാവർക്കും ഒരു കോഫി ബ്രേക്ക് വേണമെന്ന് പറഞ്ഞ്, കാരണം വരുന്ന വഴിക്ക് ഫുള്ള് ട്രാഫിക് റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ടോൾ തട്ടുകട അവിടെ നിർത്തിയിട്ടുണ്ട്. കുറെ നേരമായിട്ട് ഹസാഡ് ഇട്ട് പോകുന്നു. എന്താണ് കാര്യം എന്നറിയാൻ പാടില്ല. ചില്ലറ പോക്കൊന്നും അല്ല പോകുന്നത്. വണ്ടി നമ്പർ ഒന്ന് വായിച്ചവർക്കും അതെ 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 ഹസാഡസ് സിറ്റുവേഷൻ മോട്ടോ ജീപ്പ് കളിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. ഈ ബസ്സിന്റെ ഞങ്ങൾ വിചാരിച്ചു ഇനി എമർജൻസി ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ടാണ് പോകാതിരിക്കുന്നത്. ഹോസ്പിറ്റലിലോട്ടൊന്നും അല്ലായിരുന്നു. ആലുവ എത്തിയപ്പോഴത്തേക്ക് നേരെ സ്റ്റാൻഡിലോട്ട് ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടങ്ങ് പോയി. അതായത് ഒരു അഹങ്കാരമല്ലേ രാത്രിയിലൊക്കെ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ടുകൊണ്ട് പോകേണ്ടതിന്റെ കാര്യം. നമ്മുടെ സാധാരണക്കാരാണ് പെറ്റി അടിച്ചങ്ങ് തരും. കുമാർക്കാകുമ്പോ കിട്ടില്ല എന്നുള്ള അഹങ്കാരം. വേറെന്ത് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. കാരവൻ പോകുന്ന കണ്ട് ആ ലോറിയുടെ വീലൊക്കെ ഉണ്ടേ. അവിടെ അശ്വം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആണെന്ന് നമുക്ക് അറിയത്തില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം. അതെ അതെ അതെ, ഇതിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അവര് എന്തോ പണി കഴിഞ്ഞിട്ട് പോകുന്നത്. പുതിയ വണ്ടിയാണ്, പുതിയ ആടെ കണ്ട് മമ്മൂട്ടിയുടെ അല്ലത്. ചിലവാവാം, അറിയത്തില്ല. അങ്ങനെ ഞങ്ങള് പാലിയേക്കര ടോൾ പ്ലാസ എത്തി. നമ്മളെ വണ്ടിയിൽ ഫാസ്റ്റാഗ് ഇല്ല കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ വട്ടം നമ്മൾ 90 കൊടുക്കേണ്ടതെന്ന് എറണാകുളത്ത്, എന്നുവെച്ചാൽ ആലപ്പുഴയിൽ. അപ്പം നമ്മൾ എന്താ വിചാരിച്ച് ഇവിടെ ഫാസ്റ്റാഗ് ചെയ്തിട്ട് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് വണ്ടി വിട്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ അന്നേരം കണ്ട വണ്ടി നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഇതാണ് നിറഞ്ഞ വണ്ടി. ചെയ്ത വണ്ടിയാണ് കേട്ടോ. കാരവൻ ഇപ്പോൾ അവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് പുറത്തോട്ട് പോവാം. നമ്മളെ അറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ വണ്ടിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് കണ്ട് സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ വന്ന് കിടന്ന റൂം. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി ഓടിച്ച് വന്നത്. ബാക്കി എല്ലാവരും കുറച്ചായിട്ട് മയങ്ങാൻ തോന്നില്ലേ? മയങ്ങിയായിരുന്നോ? നല്ലോണം ഉറങ്ങി. നീയോ? ഉറങ്ങിയില്ല. അപ്പം ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം. ബ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല. നേരെ ഒന്ന് കട്ടിലേക്ക് ചെന്നും കിടന്നു. ഇവിടെ 2 ബെഡ് വരുന്ന റൂമായിരുന്നു. അപ്പോൾ ഞാനും ജീസനും ഇവിടെ കിടന്ന്, പിന്നെ ലവൻ സോഫയിൽ കിടന്നില്ല അവിടെ കിടക്കാതെ. അവന് കാറ്റ് വേണ്ടെന്ന്. എന്നിട്ട് നമ്മുടെ ഗോകുലും കാർത്തിക്കും ആണ്ട് ഈ ബെഡിൽ കിടന്ന്. എന്നിട്ടെന്തോ രാവിലെ എണ്ണീറ്റ് അവർ രണ്ടുപേരും നേരത്തെ പോയി. കാരണം എനിക്ക് ഇച്ചിരി ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതിനോട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തോട്ട് പോവാം. ഇതാണ് അജീഷൻ്റെ ലുക്ക്. ഇത് ഒന്നുകൂടെ ഓക്കെ. ഇതാണ് അശ്വിൻ്റെ ലുക്ക്, ഇത് എൻ്റെ ലുക്ക്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഇതിനിടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അണ്ടേ അജീഷണ്ണൻ ഫുഡിനകത്തോട്ട് കുറച്ചുള്ളൂ. അതിന് തീർന്നോടാ. എങ്ങോട്ട് പോകുന്നത്? ഒരു 2 വട മാത്രമേ കഴിച്ചോളൂ. ഡയറ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ സ്ഥിരം സാധനം ഇടിയപ്പം, പിന്നെ ജ്യൂസും. ഓക്കെ, ഈ പുറകെ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മൾ നിന്ന ഹോട്ടൽ. മെട്രോ ടൂറിസ്റ്റ് ഹോം. അങ്ങോട്ടിട്ട് വന്നപ്പോഴത്തേക്ക് വണ്ടിയുടെ കോലം നോക്കേ. അയ്യോ, ഇത് ഇത് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ചന്ദനം തൊട്ടാൽ നിങ്ങൾ വിചാരിക്കും. ഒരിക്കലും അങ്ങനല്ല. ഇതെല്ലാം ചെളി എടുപ്പിച്ച്. ഓ വാ, പോ എന്തായാലും വാ. ഞങ്ങൾ ആ ഫംഗ്ഷൻ നടക്കുന്നിടത്തോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അഫ്രി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പിക്ക് ചെയ്തായിരുന്നു. പക്ഷെ സംഭവം എന്തോ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്മുടെ വണ്ടിയിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് അവിടെ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ജീഷനെ നോക്കി അത്ഭുതപ്പെടുന്നു.
at this moment is an honor for me. വന്നതുണ്ട് ഈ ഒരു ഇതിൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പറിൻ്റെ. അപ്പോൾ അവരുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കെ, പ്രൊമോഷൻ വേണമെന്ന്. നിനക്ക് പ്രൊമോഷനിൽ ഒരു ഇതും ഇല്ല, ഓടിക്കും. ഞാൻ പറഞ്ഞോളാം. ഗൈസ്, ഇത് ഞങ്ങൾ തുടങ്ങിയൊരു പുതിയൊരു സംരംഭമാണ്. നമുക്ക് ബെൽജിയം, പോളണ്ട്, ജർമ്മനി, ജോർജിയ അങ്ങനെ ഒരുപാട് കൺട്രികളിലേക്ക് നമ്മൾ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. ഒരു രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ തുടങ്ങിയതിലൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളതും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലേക്ക് വരണമെന്ന് വിചാരിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും. അതും നമുക്ക് ലക്ഷങ്ങൾ ചിലവൊന്നുമില്ല. അത് മീൻസ് ഒരു 10-30 ലക്ഷങ്ങളൊന്നും ചിലവില്ലാതെ വെറും 7 ലക്ഷത്തിനൊക്കെ അകത്ത് തന്നെ പോകാൻ പറ്റുന്ന രാജ്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മളെല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇപ്പം മനസ്സിലായല്ലേ, ഇതായിരുന്നു പരിപാടി. ഇതിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞാനിപ്പോഴായിരുന്നു ഇപ്പം ഇതിൻ്റെ ഇനാഗ്രേഷനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നെയാണ്. ഇപ്പം നമ്മുടെ അന്നോൺ വാഴ, നമ്മുടെ കാർത്തിക്കൊക്കെ മെയിനായിട്ട് അതിന് ആൾക്കാരാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഫുള്ള്. അവരുടെ തന്നെ കുറേ അസോസിയേറ്റ്സും കാര്യങ്ങളെല്ലാം അവർ പോകുന്ന രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റും. ഓക്കെ, ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ഇപ്പം നേരത്തെ കോലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്ഷീണം ഇതുവരെ പോയിട്ട് കേട്ടോ മുഖത്ത്. അതിൻ്റെ ആയിരുന്നു, അതിൻ്റെ അകത്ത് വെട്ടവും ഇല്ലായിരുന്നു. ബട്ട് ഇവിടെ ഓക്കെയാണ്, സെറ്റാണ്, നല്ല വെട്ടമുണ്ട്, കുഴപ്പമില്ല അല്ലേ? തുടങ്ങി ഈശ്വരാ, തീർന്നു. ആ ഫംഗ്ഷൻ നടക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ച്. അതെ, പിന്നെ ബീച്ചിൻ്റെ സൈഡിലോട്ട് ചുമ്മാ നടന്നു ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് മണ്ണിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് നിനക്ക് കോഴിക്കോട് എത്ര ആഗ്രഹം? ഐശ്വര്യത കഴിക്കാൻ. അവൻ്റെ കാത്തിരിപ്പായിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കേ, ഇഷ്ടംപോലെ സാധനങ്ങൾ ഉപ്പിലിട്ടതൊക്കെ ഇരിക്കും കേട്ടാ. ഉപ്പിലിട്ട ഇഷ്ടംപോലെ സാധനങ്ങൾ. അതിനോടൊപ്പം തന്നെ എന്തോടാ ആ ഉപ്പിലിട്ടത് മേടിക്കുക. അതാകുമ്പം ഷുഗറില്ല, ഷുഗർലെസ്സാ. ഞാൻ ഷുഗർ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ ആൾക്കാർ ഫ്രീ ആയിട്ട് മേടിച്ചു തരാം. പക്ഷെ ഇവിടെ ഉപ്പിലിട്ടതാ, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു നോക്കാം. ഇളന്തപ്പഴം, പേരക്ക, റബ്ബർജില്ലി, മാങ്ങ, നെല്ലിക്ക. ഇളന്തപ്പഴോ? ഒരു മാങ്ങ. ആ ഇളന്തപ്പഴം. നമ്മുടെ നാട്ടിൽ ഈ സംഭവത്തിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും ഗൂഗിളിൽ കഴിച്ചിട്ട് പറയും എന്താന്ന്. വാഴ ഏതാണ്ട് ഇളന്തപ്പഴം എന്നൊരു സാധനം എടുത്തു കഴിച്ചോ? എന്താണ് ഐറ്റം? എന്തോ ഐറ്റം? ആ എന്തോടാ ഐറ്റം? സാധനം എന്തോന്ന് പറയടാ, ഞാൻ അടുത്തത് അച്ഛണ്ടാ പറ കഴിക്കും. എന്താണ് ഐറ്റം? കഴിച്ചിട്ടുണ്ടോ നമ്മള്? അടുത്തതായി സബർജല്ലിയാണ്. സബർജല്ലി ഉപ്പിലിട്ടത്. ആ അടുത്ത് ഞാൻ സബർജല്ലി ഉപ്പിട്ടത് എടാ കഴിക്കണം. അങ്ങോട്ട് ബാത്റൂമൊക്കെ ഉണ്ടല്ലോ, പിന്നെ പിടിക്കാൻ സംഭവം കൊള്ളാം. അത് ഞങ്ങൾ സ്ഥിരം ടേസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്കത് വേണ്ട. പേരക്കാൻ വാങ്ങിയോ? പേരക്കാൻ വാങ്ങിയ ഒരു കൈപ്പോരുണ്ടല്ലേ? പക്ഷെ തൊലി ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട മാത്രമേ ഞാൻ പിടിച്ചാൽ വരില്ല, തിന്നു നോക്കാം. വയറിന് പണിയിട്ടു പണിപ്പാളും. കൊള്ളാം.
കഴിഞ്ഞ അവസാനം കൈതച്ചക്ക എടുത്ത് അതും കഴിച്ചു. മോനെ ആദ്യം ഞാൻ ഇറങ്ങിപ്പോ അവിടെ കിടന്ന് മസിൽ പിടിക്കാൻ എവിടെ പോകുന്ന എണ്ണ ആന്നോ? ഞാൻ ടൂറങ്ങനെ പോകുന്ന കാര്യം പറയാനില്ല. ഒന്നും കഴിച്ചിട്ടില്ല. വെറും വയറ്റ് എന്തോ കഴിച്ചാലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ബോഡി കാണും. താങ്ക് യു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസിന്റെ ഒരു പരിപാടി. എന്റെ പേരെന്തുവാ? ഐസ് ചുരണ്ടി, ഐസ് കുലുക്കി എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം. കുലുക്കി എന്നല്ല, ഐസ് ചുരണ്ടി, ഐസ് ഒരുതി അങ്ങനെ അറിയപ്പെടുന്ന സാധനമാണ്. അതെ, ഓക്കെ. ബ്രോ എത്ര ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞേ? ബ്രോ എത്ര ഫ്ലേവർ ഉണ്ട്? 3 ഫ്ലേവർ. മിക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആലോചിച്ചോണ്ടിരുന്നു എന്തോ പറഞ്ഞിരുന്നു. ഇപ്പൊ മധുരമാണ് ഫസ്റ്റ് വാഴ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് സാധനം? കൊള്ളാ? ഓറഞ്ച് ഫ്ലേവർ. വേണ്ട, മധുരം വേണ്ട, എരിവ് ടെസ്റ്റ് കഴിക്കുന്ന രീതിയുണ്ട്. കൊല്ലംകാർക്ക് ഒറ്റ സിപ്പ് തീർന്നെന്ന്. ഐസ് എവിടെ ഇരിക്കും? ഐസ് കൂടെ കുടിക്കണം അല്ലയോ? കൊല്ലത്തൊക്കെ എങ്ങനെയാന്ന്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മധുരം ട്രൈ ചെയ്യുന്നില്ല, ബാക്കിയുള്ള ട്രൈ ചെയ്യാം. ഓക്കെ, ഇതാണ്ടേ നമ്മള് ഇതുവാ സാധനം. കാടമുട്ട. അതിലല്ല, ഇത് തന്നെ. ഇത് പേരെന്തുവാ? കൊള്ളാം, നമ്മൾ കഴിച്ചു. കൊള്ളാം. പക്ഷെ എങ്ങനെയുണ്ട്? കൊള്ളാം. അവസ്ഥ സമയം വരെ പറഞ്ഞിട്ട് വരുന്നു. 6:30, 7:30 ആയപ്പോഴും ആലപ്പുഴ പോലും കയറിയിട്ട് കൊല്ലം വിട്ടിട്ട് പോലും ഇല്ലായിരുന്നല്ലേ. ഇതാണ് ബീച്ചിന്റെ സൗന്ദര്യം, കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചിന്റെ വരാന്തയല്ല, ബീച്ചിന്റെ സൈഡിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ പല പല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിഥി തൊഴിലാളികളെ അങ്ങനെ പല പല ടാലൻ്റുള്ള ആൾക്കാരെയൊക്കെ കാണാം. അവർ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നതാണ്. അവിടെ കുറച്ച് മുന്നേ ജഗ്ൽ ചെയ്യുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വഴിയോരത്ത് ഇഷ്ടംപോലെ ആൾക്കാരും കുറേ കുട്ടികളും അതിനോടൊപ്പം തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. അവരോട്ടൊക്കെ പറഞ്ഞ് സന്തോഷമൊക്കെ പങ്കുവച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഓക്കെ, കോഴിക്കോടുകാർക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും റഹ്മത്ത് ഹോട്ടൽ. അപ്പം ഞങ്ങൾ എല്ലാവർക്കും ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും അകത്തോട്ട് കയറി നമുക്കൂടെ പോയി കാണാം. കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഗോകുല് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തേ. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. അണ്ണ എന്താണ് ഓർഡർ ചെയ്തേ? ചിക്കൻ. എങ്ങനെയുണ്ട് സാധനം? ബീഫാ? അണ്ണ അടുത്തുനിന്ന് ബീഫ് കഴിക്കുന്നുണ്ടാ? കൊല്ലണവനെ. എങ്ങനെയുണ്ട്? ഞാനും ചിക്കനായിട്ട് ഓർഡർ ചെയ്തേ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എനിക്കങ്ങനെ രുചിയുടെ വ്യക്തിയാണ്. എല്ലാ ടൈപ്പും ഫുഡ് പിടിക്കത്തില്ല. പക്ഷെ ചിലതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുഴപ്പമില്ല, കഴിക്കാം. എനിക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം എല്ലായിടത്തുനിന്നും ഫുഡ് ഞാൻ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് പറയത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിനക്ക് എങ്ങനെയാ ഓവറോൾ ടോട്ടലി സാറ്റിസ്ഫാക്ടറി? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങി അടുത്ത നമ്മൾ ഹോട്ടലിലോട്ട് പോവാ, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഞാൻ വലിയ ഫുഡ് ലവർ അല്ല, എന്ന് വെച്ചാൽ എനിക്ക് കഴിക്കുക ചെറിയ ടേസ്റ്റൊക്കെ വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ടൈപ്പ് അല്ല ടൈപ്പ് അല്ല ഞാൻ. അപ്പോൾ അജീഷൻ്റെ അടുത്തൊക്കെ ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. അജീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഓക്കെ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗോകുലേ, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ അടിപൊളി, നല്ല ഫുഡായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, എനിക്കും ഫുഡ് ഇഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചു കേട്ടോ. സാധാരണ ഒരു ബിരിയാണി ഫുള്ളൊന്നും കഴിക്കത്തില്ല, ഞാൻ ടോട്ടലി കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ് കോഴിക്കോട് നിന്ന്. നമ്മൾ ഉദ്ദേശിച്ചൊന്നും കാര്യങ്ങൾ നടന്നില്ല, കാരണം എവിടെയും പോകാനുള്ള സമയം കിട്ടിയില്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്ഷീണമായിപ്പോയി, ഉറങ്ങിപ്പോയി. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. നമ്മുടെ വണ്ടി താഴെ കിടക്കുന്നത് വൈകിട്ടൊരു 6:30-7 മണിയാകുമ്പോൾ പോകുന്നു. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പം എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോപ്പ് ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ നോക്കിയിട്ട് കാണാം. ബൈ. പേൻ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുട്ടായി തെരുവിലോട്ട് നടക്കുന്നു. എന്നാൽ ഇവിടെ മുട്ടായി തെരുവ് എന്നാണ് പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല. എവിടെ ചെന്ന് നോക്കാം.
ഇവിടെ അങ്ങോട്ട് മുട്ടായി തെരുവ് അന്നേരം അറിയത്തില്ല അവന്. ഓക്കെ. നടന്ന് ആ മിഠായി തെരുവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുമ്പോൾ ഉള്ള കുലുക്കം ഐഫോണിൽ കിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ബട്ട് ഐ ഡോണ്ട് നോ. നമുക്ക് നോക്കാം. ഇഷ്ടംപോലെ കടകളുണ്ട്. ഐസ്ക്രീമുണ്ട്, മിഠായികളുണ്ട്, സ്വർണ്ണമുണ്ട്, ഉടുപ്പുണ്ട്, പാൻറ്റുണ്ട്, ഷർട്ടുണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ മൂല്യം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഓരോ കുപ്പി ബോട്ടിൽ മേടിച്ചു. ഇനി ഡെയിലി ഈ ഇത്രയും എത്ര അത്രയും വെള്ളം കൊള്ളു ഇതിനകത്ത്. 1000 ലിറ്റർ. അപ്പുറത്ത് 200 രൂപയുടെ സാധനം അയച്ചാണ് 250 രൂപ. ആരുമില്ല പഠിക്കാൻ. ഞങ്ങൾ ഒരു കടയിലോട്ട് കയറി. കുറച്ചല്ല അമ്മയ്ക്ക് ചെരുപ്പ് മേടിച്ച്, പിന്നെ വഴിയിൽ നിന്ന് കുപ്പി മേടിച്ചത് മറ്റേ കണ്ടായിരുന്നല്ലേ. ഓക്കെ. ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. റേറ്റ് കുറച്ച് തന്നായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ഓടിക്കാൻ വന്ന് മസംബി ജ്യൂസ്. മസംബി എങ്ങനെയുണ്ട്? കൊള്ളാം. മസംബിക്ക് എന്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്? ഓറഞ്ച് ടേസ്റ്റ് ഉണ്ടല്ലേ. എങ്ങനെ ഈ കടയിൽ നിന്ന് ഹലോ ഈ കടയിൽ നിന്ന് അങ്ങനെ ഞങ്ങള് മുട്ടായിത്തെരു കൊണ്ടപ്പം പോലെ ഉള്ള ഒരു ഷോപ്പിലെത്തിയിരിക്കുകയാണ്. താണ്ടേ. അപ്പോൾ ഇവിടുന്ന് എന്തായാലും കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ആരായാലും അലുവ അടിക്കാതെ പോകത്തില്ല. അലുവ മേടിച്ചിട്ട് പോവാം. ഓക്കെ. നമ്മളേത് അലുവയാണ് എടുത്തേ? ഏത് അലുവ എടുത്തേ? നമ്മളെടുത്ത മിക്സർ ഇതാണല്ലേ? ഇല്ല. 163 വീതം. ഐസ് കുലുക്കിയും കൂടെ മേടിക്കുക. എന്ത് ഉരുതി? ഞാൻ കുലുക്കുന്ന നമ്മളവിടെ അത് മാത്രമേ അറിയത്തുള്ളൂ. കോഴിക്കോടൻ കുലുക്കി സർബത്തായിട്ട് ഇവിടെ കുലുക്കി സർബത്തിയും കണ്ടില്ലല്ലേ അല്ലേ? എന്നിട്ട് ഇവിടെ ഒരു കുലുക്കി സർബത്ത് നിങ്ങൾ കണ്ടോ പറ. അത് മോശമല്ലേ? മോശം. അത് കഴിക്കണം. കഴി എന്തൊക്കെ പറഞ്ഞാലും എല്ലാം തറയെ കളഞ്ഞു. അങ്ങനെ അബിയും ദൂരെ ലവൻ അഫ്രിയും ഇവിടുന്ന് പോവുകയാണ് ഈ വണ്ടിയിൽ. ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെ പേര് അനഘും എൻ്റെ കൂടെ പോവാ കേട്ടോ. സൂക്ഷിച്ചുകൊണ്ടാണേ. ഗൈസ് ഇത് നോക്കൂ, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കണ്ടാണ് ലൈറ്റിങ്. ഒരു രക്ഷയില്ലല്ലേ? ഞങ്ങളങ്ങനെ ജോർജിയയിലെത്തി. ഒരു പാലത്തിനടി കൂടെ പോവുകയാണ്. ഡ്രൈവർ കൊട്ടിയൂർ ശങ്കര വന്നതിനകത്ത് അടിപൊളി റോഡ് കേട്ടോ. രക്ഷയില്ലാത്ത റോഡ്. പരപ്പനങ്ങാടി ബീച്ചിന്റെ സൈഡിൽ അതാണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. എന്തോ കഴിക്കുന്നത് നോക്കാം. എല്ലാം ഫുഡ് ഐറ്റംസ് ആണ്. കാടയുണ്ട്, നമുക്ക് കാട കഴിക്കാം. ഫിഷ് ഉണ്ട്, അതിൻ്റെ ചൂരയുണ്ട്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഫുള്ള് വേറെയും കുറേ സാധനങ്ങളുണ്ട്. അതാണ്ട് കരിമീനുണ്ട്, അൽഫാമുണ്ട്, പിന്നെ കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, കണവയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വന്ന് നമുക്ക് അതിൽ ഓർഡർ ചെയ്ത് കഴിക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഗോകുൽ ഓർഡർ ചെയ്ത സാധനം. പൊറോട്ടയും സ്പ്രിങ് കോഴിയുണ്ടോ സ്പ്രിങ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ചപ്പാത്തിയും താണ്ടേ ശനിയുള്ള കാട ഫ്രൈയും കഴിച്ചിട്ട് ബാക്കി പറയാം. അപ്പം നമ്മൾ ചിക്കൻ കഴിച്ചു, കാട കഴിച്ചു, ബോട്ടി കഴിച്ചു, ചിക്കൻ റോസ്റ്റ് കഴിച്ചു, പൊറോട്ട കഴിച്ചു, ചപ്പാത്തി കഴിച്ചു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കഴിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ വെച്ച് ഓവറോൾ കൊള്ളായിരുന്നു. നോർമൽ എല്ലാത്തിനും എടുത്ത് കഴിച്ചു നോക്കി. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് പല പല സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അതെ, അതിനകത്ത് ഏറ്റവും അടിയിൽ സ്പ്രിങ് ചിക്കൻ ആയിരുന്നു. സ്പ്രിങ് ചിക്കൻ ഒരുപാട് വലുപ്പമില്ല ചിക്കൻ നിർത്തി പൊരിച്ചത് സൂപ്പറായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. ഓക്കെ. അങ്ങനെ നമ്മൾ ഗോകുലിനെ ഇറക്കി കേട്ടോ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആലുവ.
പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇനി അടുത്ത ഞങ്ങൾ കോട്ടയം വഴി പോകാം, കാരണം രാവിലെ വന്ന വഴി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഗൂഗിളിനെ ഇവിടെ ഇറക്കേണ്ടെന്ന് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കട്ടറും മനുഷ്യൻ. നിങ്ങൾ വരാൻ എത്ര മണിക്കൂർ എടുത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട്? നല്ല സമയം എടുത്തു. ഒടുക്കത്തെ ട്രാഫിക് എന്നാൽ ഇനി അതിലൂടെ പോയി കഴിഞ്ഞാൽ പരിപ്പളവും. അതുകൊണ്ട് ഞങ്ങൾ കോട്ടയം വഴി പോകുന്ന വിചാരിച്ചു വീട്ടിലോട്ട്. ഓക്കെ.